Hey friends, welcome back to our channel. അപ്പോൾ ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങളിപ്പോൾ ഷോപ്പിലാണ് ഉള്ളത്. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് നല്ല തിരക്കാണ് ഈ ഓണത്തിന്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഒരു സെലിബ്രേഷൻ ഉണ്ട്, അതിൻ്റെ ഡ്രസ്സ് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് മാത്രമല്ല കസ്റ്റമേഴ്സിനും കുറച്ചധികം പേർക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ എടുത്തപ്പോൾ 2:15 ടൈം. ഞങ്ങൾ പക്ഷേ പോന്നിട്ടുണ്ടായിരുന്നില്ല, രാത്രി ഫുള്ള് ഷോപ്പിൽ തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ എല്ലാ കസ്റ്റമേഴ്സിനും കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിൽ വന്ന് ഒരുങ്ങിയത്. രാത്രി ഷോപ്പിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് അമ്മാമ്മ ചായയൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അധികം ടയേർഡൊന്നും ആയില്ല. പക്ഷെ എന്നാലും നമ്മുടെ ഫേസിൽ അതൊക്കെ ഒന്ന് അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ മാറ്റാൻ വേണ്ടി നല്ല ഓവറായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ടു. പിന്നെ ഞാനൊരാളെ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരും ഒരുക്കി കൊടുക്കാനായിട്ട്. അങ്ങനെ ഒരുങ്ങി പിടിച്ചൊക്കെ വന്നപ്പോൾ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് 2-3 മണിക്കൂർ ലേറ്റായി. നമ്മൾ തൃപ്പൂണിത്തുറയിലാണ്. അപ്പോൾ തൃപ്പൂണിത്തുറയിൽ നിന്ന് നമുക്ക് അങ്കമാലി വരെ പോകണമായിരുന്നു. അങ്കമാലിയിലായിരുന്നു നമ്മുടെ ഓണ സെലിബ്രേഷൻ. അപ്പോൾ ഞങ്ങൾ യൂബർ ബുക്ക് ചെയ്തിട്ട് പോവായിരുന്നു. ഞങ്ങൾ പോകുന്ന സെലിബ്രേഷൻ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തച്ചമയം നടക്കുന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് നല്ല ബ്ലോക്കായിരുന്നു. ഞങ്ങൾ എത്തിയപ്പോഴും ലേറ്റായി. അപ്പോൾ ഞങ്ങൾ എത്താൻ വൈകിയതുകൊണ്ട് ചേച്ചിമാരാകെ ടെൻഷൻ അടിച്ചിരിക്കണമായിരുന്നു. ഞങ്ങളുടെ ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴാണ് അവർക്കൊക്കെ ഒരു സമാധാനമായത്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെ ഡ്രസ്സും തയ്ച്ചത് നമ്മുടെ ഷോപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവരുടെയൊക്കെ തയ്ച്ച് കൊടുത്തിട്ടാണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ എത്തി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഞങ്ങളുടെ ഡാൻസ് തുടങ്ങി കേട്ടോ. എനിക്കും ഇതിനൊക്കെ മരിയൊക്കെ ശരിക്കും ടെൻഷനായിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങൾ ഡാൻസ് കളിക്കണത്. പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാൻ പറ്റുന്ന പദാണ്
അപ്പോൾ നമ്മുടെ ഡാൻസിൻ്റെ അവസാനം ആയപ്പോഴത്തേക്ക് എല്ലാവർക്കും എനർജി കൂടിയിട്ടോ. അപ്പോൾ ഞങ്ങൾ അവസാനം എടുത്ത ഈ പാട്ട് നമ്മുടെ പ്രോഗ്രാമിൻ്റെ നാഷണൽ ആന്തമാണ്. അപ്പോൾ സ്റ്റെപ്പ് എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും കൂടി ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങിയിട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബെന്നിച്ചേട്ടൻ, മെയിൻ കോച്ചാണ്, അപ്പോൾ സീനിയർ കോച്ചാണ്. അപ്പോൾ ബെന്നിച്ചേട്ടനും എല്ലാവരും ക്ലബ്ബിലെ എല്ലാ മെമ്പേഴ്സും കൂടിയിട്ട് ഡാൻസ് തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. പിന്നെ സ്റ്റേജിൽ കയറിയപ്പോൾ മുതലേ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ എൻ്റെ പാവാടക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, ഉടുത്തിട്ട് കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ തട്ടലൊക്കെ ഉണ്ടായിരുന്നു. ആകെ എനിക്ക് അതുകൊണ്ട് ചെറിയൊരു ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കളിക്കാനൊന്നും മര്യാദയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ കളികളൊക്കെ തുടങ്ങിയത്. അപ്പോൾ കളികളിൽ ഞങ്ങളധികം പങ്കെടുത്തില്ല. നമ്മൾ രാത്രി ഫുൾ ഉറങ്ങാതിരുന്നതുകൊണ്ട് ഭയങ്കര ടയേർഡായിരുന്നു. ഡാൻസ് കളിക്കാൻ പറ്റുന്നത് മെയിനായിട്ട് അതൊക്കെയാണ്. പക്ഷേ അമ്മിച്ചി ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ. അമ്മിച്ചി എല്ലാ കസേര കളിക്ക് ഞാനും ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യം തന്നെ തോറ്റുപോയി. പക്ഷേ അമ്മിച്ചിയാണ് ഫസ്റ്റ് അടിച്ചത് കസേര കളിക്ക്. പിന്നെ അമ്മിച്ചി എല്ലാ മത്സരത്തിനും അമ്മിച്ചി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഏറ്റവും കൂടുതൽ ഉറങ്ങാതിരുന്ന് തയ്ച്ചുകൊണ്ടിരുന്ന വെച്ചത് അമ്മിച്ചിയായിരുന്നു. പക്ഷെ ഭയങ്കര ആക്റ്റീവായിരുന്നു. ക്ലബ്ബിലെ എല്ലാവരും പറഞ്ഞു, എൻ്റെ അമ്മിച്ചീനായിരുന്നു എല്ലാവരും പറഞ്ഞത്, നന്നായിട്ട് ആക്റ്റീവായിട്ട് എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ടായിരുന്നെന്ന്. വടംവലിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അമ്മിച്ചി. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോഴേക്കും എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. അപ്പോൾ പ്രോഗ്രാമിന് ഡാൻസ് കളിച്ചത് അതുപോലെ മത്സരത്തിനൊക്കെ പങ്കെടുത്ത ആൾക്കാർക്ക് ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ കിട്ടി. അങ്ങനെ അങ്കമാലി ക്ലബ്ബിലെ ഓണ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് തിരുവാങ്കുളം ക്ലബ്ബിലെ സെലിബ്രേഷൻ ഉണ്ട്. അതും കൂടി ഞങ്ങൾ ഒറ്റ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇടുന്നത്. അല്ലെങ്കിൽ ഭയങ്കര വീഡിയോ എഡിറ്റ് ചെയ്ത് നമുക്ക് ഈ ഓരോ വീഡിയോ ആയിട്ട് ഇടാൻ ടൈമില്ല. ഞങ്ങൾ ഈ ഓരോ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഫുൾ സെലിബ്രേഷൻസും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിലെ തിരക്കുകളും കൊണ്ടിട്ട് നമ്മൾ ഭയങ്കര ടയേർഡാണ്. ഉറങ്ങാനായിട്ട് 1-2 മണിക്കൂറൊക്കെ കിട്ടണുള്ളൂ. ചില ദിവസങ്ങളിൽ അതുപോലും കിട്ടാറില്ല. നമ്മൾ ഫുൾ ടൈം ഈ ഹാൻഡ് വർക്കിങ്ങും എല്ലാമായിട്ടൊക്കെ ഇരിപ്പാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്മിത ചേച്ചി ഈ ഇട്ടേക്കണ ബ്ലൗസ് പോലും നമ്മൾ ഈ രാവിലെ ആണ്ടോ തയ്ച്ച് തീർന്നത്. ഞങ്ങൾ ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ സ്മിത ചേച്ചി ഹസ്ബൻഡൊക്കെ പറഞ്ഞു, എന്താ മക്കളെ ഇങ്ങനെ ഉറങ്ങാതെയൊക്കെ ഇങ്ങനെ ഇരിക്കല്ലേ എന്നൊക്കെ ചേച്ചിയും ചേട്ടനൊക്കെ പറയാറുണ്ട്. ഞാൻ ഉറക്കപ്പിച്ചിൽ വന്നിട്ടാണ് മേക്കപ്പ് ഒക്കെ ചെയ്തത്. അപ്പോൾ സ്മിത ചേച്ചിക്ക് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു ബാപ്റ്റിസം ഡ്രസ്സിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ടാണ് സ്മിത ചേച്ചിയുടെ അടുത്ത് വന്നത്. എനിക്ക് അവിടുത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കുറച്ച് നല്ല വെളുപ്പിനായിരുന്നു. ഇതൊരു 6 മണിക്കായിരുന്നു സ്മിത ചേച്ചിനെ ഞാൻ റെഡിയാക്കിയത്. സ്മിത ചേച്ചിനെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി എനിക്ക് എന്താ പറയുക വെള്ളമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ചേച്ചി പറയണേ, എന്നെ പറ്റിയിട്ട് ഇങ്ങനെ പുകഴ്ത്തിയൊക്കെ പറയണമായിരുന്നു. അപ്പോൾ ചേച്ചീനെ അങ്ങനെ റെഡിയാക്കി കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ഷോപ്പിലേക്കാണ് പോയത്. അപ്പോൾ ഷോപ്പിലെത്തിയപ്പോഴത്തേക്കും നമ്മുടെ ബാക്കി റെഡിയാക്കാനുള്ള ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രേഖ എന്നാണ് ഈ ചേച്ചിയുടെ പേര്. ചേച്ചിയുടെ ഡ്രസ്സ് നമ്മൾ ഇവിടെ തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ചേച്ചി റെഡിയായി വന്നിട്ട് ഇവിടെ വന്നിട്ടാണ് ഡ്രസ്സൊക്കെ മാറിയത്. ഞാനങ്ങനെ സാരിയൊക്കെ ധാവണിയായിരുന്നു, നമ്മുടെ സെയിം ഡ്രസ്സ് തന്നെയായിരുന്നു. അങ്ങനെ ധാവണിയൊക്കെ ഞാൻ ഉടുപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ ആഗ്രഹം ചേച്ചിക്ക് വാർമുടി വെക്കണം എന്നായിരുന്നു, നന്നായിട്ട് പിന്നിട്ട് വാർമുടി വെക്കണം എന്നായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വാർമുടിയൊക്കെ സെറ്റ് ചെയ്തു. എല്ലാം ഞാൻ രാത്രിയാണ് കേട്ടോ. വാർമുടിയൊക്കെ ഞാൻ പിന്നിടലും കാര്യങ്ങളൊക്കെ രാത്രിയാണ് ചെയ്തത്. എൻ്റെ ഫേസ് നന്നായിട്ട് ടയേർഡായിട്ടിരിക്കുന്നതാണ്. പിന്നെ അത് മാത്രമല്ല കുറേ പേര് റെഡിയാക്കാനുണ്ട്. അതൊക്കെ റെഡിയാക്കി വന്ന് എനിക്കും റെഡിയാകണം. അതൊക്കെ ഇങ്ങനെ ഞാൻ ആലോചിച്ച് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് സമയം വൈകിയെങ്കിലും എല്ലാവരെയും റെഡിയാക്കി എനിക്കും റെഡിയാവാൻ പറ്റി. അപ്പോൾ ഇതാണ് ചേച്ചിയുടെ ഫൈനൽ ലുക്ക്. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ചേച്ചി ഇതുവരെ ഇങ്ങനെ ഹെയർ സ്റ്റൈലൊന്നും ചെയ്തിട്ടില്ല. ചേച്ചിയുടെ ആഗ്രഹമായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്തൊക്കെ കൊടുത്തു. മേക്കപ്പൊക്കെ കഴിഞ്ഞു. അങ്ങനെ ചേച്ചിനെ ഞാൻ ഒരു സ്ഥലത്തോട്ട് മാറ്റിയിരുത്തി. അത് കഴിഞ്ഞ് ബാക്കി എല്ലാവരും റെഡിയാക്കിയിട്ടോ. പിന്നെ ഒരു പെട്ടെന്ന് വായുപിടുത്തമായിരുന്നു. എല്ലാം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ബാക്കി എല്ലാവരും റെഡിയാക്കിയതൊന്നും. അത് കഴിഞ്ഞ് ഞങ്ങളും റെഡിയായപ്പോൾ എൻ്റെ ഫേസൊക്കെ കണ്ടാൽ അറിയാം ഭയങ്കരമായിട്ട് മോശമായിട്ടിരിക്കുന്നതാണ്, ഉറക്കമൊക്കെ വന്നിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഓട്ടോ പിടിച്ചിട്ട് നേരെ ക്ലബ്ബിലേക്ക് പോയി. ക്ലബ്ബിൽ ചെന്നപ്പോൾ തന്നെ പ്രോഗ്രാമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും കുറേ കളികളൊക്കെ തുടങ്ങി. പിന്നെ ചെന്നപ്പോൾ തന്നെ എനിക്ക് തന്നു ടാസ്ക്. ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ആംഗ്യം കാണിച്ചിട്ട് നമ്മൾ പറയൂലേ. എനിക്കാണെങ്കിൽ ആ സിനിമ പേര് കിട്ടണേ ഉണ്ടായിരുന്നില്ല. പഴയ ഏതോ സിനിമയായിരുന്നു, എനിക്ക് കിട്ടണുണ്ടായിരുന്നില്ല. ലാസ്റ്റ് പറഞ്ഞു ആ കൊച്ചി കണ്ടിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞാൻ തോറ്റതായിട്ട് ഞാൻ തന്നെ പ്രഖ്യാപിച്ചു ഇറങ്ങിപ്പോന്നു. ചെന്ന് കയറി ഉടനെ തന്നെ തോറ്റിട്ട് തിരിച്ചു പോന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഗസ്റ്റായി വന്നിട്ടുള്ള ബെന്നിച്ചേട്ടനും സിന്ധു ചേച്ചിക്കൊക്കെ ബൊക്കെ കൊടുക്കാനായിട്ട് പോയത്. അവർ വന്നിട്ട് കുറേ നേരമായി. ഞാനും മരിയയും മിഥുനെയൊക്കെ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ വരാൻ വേണ്ടി സോൺചേട്ടനൊക്കെ വെയിറ്റ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷമാണ് ബൊക്കെ കൊടുത്തത്. അപ്പോൾ അങ്ങനെ അത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് വേണ്ടി. അങ്ങനെ നമ്മൾ ബൊക്കെയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ സിന്ധു ചേച്ചിയും ബെന്നിച്ചേട്ടനും കൂടി അവർ കുറേ അനുഭവങ്ങളും അവർ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ ഇത് ബെന്നിച്ചേട്ടനും സിന്ധു ചേച്ചിയുടെ മോനാണ് കേട്ടോ. കിച്ചു എന്നാണ് പേര്. മധുരം തന്നോ
ഞങ്ങളുടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഡാൻസ് എന്ന് പറയാനായിട്ട് ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചതാണ്. ഞങ്ങൾക്ക് ടൈം ഉണ്ടാകുന്നതുകൊണ്ടിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുമ്പേ പഠിക്കായിരുന്നു. ഞങ്ങളുടെ ഷോപ്പിലെ തിരക്ക് കാരണം ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ തലേന്ന് കുറച്ച് മണിക്കൂർ കൊണ്ട് പഠിച്ചതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡാൻസൊക്കെ കഴിഞ്ഞ് നേരെ സോണിച്ചേട്ടൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ വന്നത്. അവിടെയാണ് നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ബെന്നിച്ചേട്ടൻ്റെയും സിന്ധു ചേച്ചിയുടെയും കൂടിയിട്ട് വണ്ടിക്കാണ് വന്നത്. ബാക്കി എല്ലാവരും ഓരോരുത്തരായിട്ടുള്ള വണ്ടിക്കൊക്കെയാണ് വന്നത്. അങ്ങനെ നമ്മൾ സോണിച്ചേട്ടൻ്റെ വീടെത്തി. സോണിച്ചേട്ടൻ്റെ വീടും ഞങ്ങളുടെ വീടും അടുത്തടുത്താണ്. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വരിവരിയായിട്ട് നല്ല കുട്ടികളായിട്ട് മുകളിലേക്ക് പോയി. മുകളിലാണ് നമ്മൾ സദ്യയുടെ ഒരുക്കങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ക്ലബ്ബിലെ ആൾക്കാരായതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ പേർക്കും വരാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവിടുത്തെ മിറർ കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ദേ സ്മിത ചേച്ചിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും പറഞ്ഞു അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്ന്. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി സദ്യയായിരുന്നു, ഒന്നും പറയാനില്ല, എല്ലാം അടിപൊളിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഓണത്തിന് ഞങ്ങളിപ്പോൾ 4ാമത്തെ സദ്യയാണ് ഇത് കഴിക്കണത്. കഴിഞ്ഞ വർഷം എന്ന് പറയാനായിട്ട് എനിക്ക് സദ്യ ഒന്നും മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ വർഷം എനിക്ക് സദ്യ കഴിച്ച് മതിയായി. 4-5ാമത്തെ പ്രാവശ്യമായിട്ടാണെന്നാണ് തോന്നുന്നത് ഈ സദ്യ കഴിക്കണത്. കൂട്ടത്തിൽ കഴിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സദ്യ ഇതായിരുന്നു. കറികളും അതുപോലെ പായസം എല്ലാം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ നമ്മുടെ അമ്മാമ്മക്ക് താഴെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടിട്ട് അമ്മാമ്മക്ക് സ്പെഷ്യലായിട്ട് ചെയറും ടേബിളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് അമ്മാമ്മ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ ഇത് 2ാമത്തെ പന്തിയാണ്. അപ്പോൾ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളാണ് പിന്നെ എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുത്തത്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തി. പെട്ടെന്ന് തന്നെ നമ്മൾ പോന്നു കേട്ടോ. നമുക്ക് ഇനിയും പ്രോഗ്രാം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പോരാൻ കാരണം നമുക്ക് 4 ഫീമെയിൽ ഡോഗ്സ് ആണുള്ളത്. അതിൽ 3 പേർക്ക് ഇപ്പോൾ ഹീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇവരെ 3 പേരെയും ഓരോ ദിവസമായിട്ട് ഹീറ്റ് ചെക്ക് ചെയ്യാൻ പോകണം. അത് കഴിഞ്ഞ് ഡോക്ടർ പറയുന്ന ഡേറ്റിൽ പോയിട്ട് ഇവരെ മീറ്റ് ചെയ്യിക്കണം. അല്ലെങ്കിൽ ഇവർക്ക് ബേബീസ് ഉണ്ടാവാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അല്ലെങ്കിൽ ഇവർ കുറേ ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ടൈമിങ്ങിനെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഡോഗ്സും അധികം ബുദ്ധിമുട്ടണ്ട, നമുക്കും കുഴപ്പം വരില്ല. അപ്പോൾ ഇവർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ നമുക്ക് കൊണ്ടുപോയി മീറ്റ് ചെയ്യിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ജൂണിനെയാണ് കൊണ്ടുപോയത്. അപ്പോൾ ജൂണിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ റോട്ടിൽ കൂടി എല്ലാവരും നമ്മളെ നോക്കണേട്ടോ. ഇവനിങ്ങനെ നല്ല സുഖമായിട്ട് പുറത്തൊക്കെ ഇങ്ങനെ തലയൊക്കെ ഇട്ട് കാഴ്ചയൊക്കെ കണ്ടാൽ പോയിക്കൊണ്ടിരിക്കണം. പക്ഷേ ആ സ്ഥാനത്ത് മിക്കുകയാണെങ്കിൽ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും, നമ്മൾ അടങ്ങിയിരുത്തൂല. പക്ഷേ ജൂൺ ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നും വന്നില്ല. നമ്മളപ്പോൾ ആ ഉടുത്ത വേഷത്തിൽ തന്നെ പോയത്, ഡ്രസ്സൊന്നും മാറാൻ നിന്നില്ല. അപ്പോൾ ചേട്ടൻ ഞങ്ങളെ കളിയാക്കണമായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഡോഗ്സിനെ മീറ്റ് ചെയ്യിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ സെറ്റ് സാരിയൊക്കെ എടുത്ത് പോകണതെന്ന്. അപ്പോൾ ചേട്ടൻ ഉണ്ടായതുകൊണ്ട് മാത്രമുണ്ട് നമുക്ക് ഇതിനൊക്കെ പോകാൻ പറ്റിയത്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല. ചേട്ടൻ തന്നെ നമ്മളെല്ലാത്തിനും ഹെൽപ്പ് ചെയ്യണത്. അപ്പോൾ ചേട്ടക്കൊക്കെ ഷോപ്പിൽ നല്ല തിരക്കാണ്. എന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഹെൽപ്പിന് വരണുണ്ട്. കാര്യം ഇവരെ കറക്റ്റ് ടൈമിൽ മീറ്റ് ചെയ്യിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് ആവില്ല. അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ചേട്ടൻ തന്നെയാണ് മെയിൽ ഡോഗിനെ കണ്ടുപിടിച്ചത്. അപ്പോൾ നല്ലൊരു ഇനം ഡോഗാണെന്നുണ്ടെങ്കിൽ പപ്പീസും നല്ല അടിപൊളിയായിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവാണ്. ഇനി നമുക്ക് ഓരോ ദിവസം ഓരോരുത്തരെ കൊണ്ടുപോകണത് പറ്റുമെങ്കിൽ നമുക്ക് ഷോർട്ടായിട്ട് ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.